ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൊബൈൽ കണക്ഷനുകളുടെ എണ്ണം ലോക ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. മൊബൈൽ ടവറുകളുടെ എണ്ണവും ധാരാളമാണ്. മുംബൈയിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ 6, 7, 8 നിലകളിൽ താമസിച്ചിരുന്ന 4 പേർക്ക് അർബുദം ബാധിച്ചു. അതിന്റെ തൊട്ടു തന്നെയുള്ള അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷനാണ് അർബുദത്തിന് കാരണമെന്ന് ആരോപിക്കപ്പെട്ടു. 2008 ഭാരത സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനും ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചു. 2010 റിപ്പോർട്ട് ഭാരത സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ നോൺ അയണൈസിംഗ് റേഡിയേഷൻ അനുവദനീയമായ റേഡിയേഷൻ തോത് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ചതുരശ്ര മീറ്ററിൽ 10 വാട്ട്സാണ് അനുവദനീയമായ റേഡിയേഷൻ. ഇന്ത്യയിൽ അത് 1 വാട്ട്സും ഓസ്ട്രിയയിൽ 0.001 വാട്ട്സും ആയി അതാത് സർക്കാരുകൾ നിജപ്പെടുത്തിയിരിക്കുന്നു. മൊബൈൽ ഫോണും ടവറും തമ്മിൽ സംവദിക്കാൻ മൈക്രോവേവ് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ തരംഗങ്ങൾ തന്നെയാണ് മൈക്രോവേവ് ഓവനിലും ഉപയോഗിക്കുന്നത്. ഇവ ഓവനിൽ വെച്ചിട്ടുള്ള ഭക്ഷണപദാർത്ഥത്തിലൂടെ കടന്നുപോകുമ്പോൾ അതിലുള്ള ജല തന്മാത്രകളെ ഉത്തേജിപ്പിച്ചാണ് ചൂടാക്കുന്നത്. മൊബൈൽ റേഡിയേഷനിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പവർ കുറവായതുകൊണ്ട് ചൂടാവുന്നതിന്റെ തോത് കുറവായിരിക്കുമെന്ന് മാത്രം. കുറച്ചു സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏവർക്കും ചെവിയും സമീപ ചർമ്മവും ചൂടാകുന്നത് അനുഭവപ്പെടാറുണ്ടല്ലോ. സാധാരണ കരുതുന്നത് പോലെ ഫോണിന്റെ ബാറ്ററി ചൂടായിട്ടല്ല ഇത് സംഭവിക്കുന്നത്. ഈ റേഡിയേഷൻ നമ്മുടെ ശരീരകോശങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതുകൊണ്ട് അവിടെയും ചൂടാവുന്നുണ്ട്. പക്ഷേ ശരീരത്തിനുള്ളിൽ ചൂട് അറിയുവാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നാം അതറിയുന്നില്ല. രക്തചംക്രമണം മൂലം ചൂടാവുന്നത് കുറയ്ക്കുവാനും ശരീരത്തിന് കഴിയുന്നുണ്ട്. മൊബൈൽ റേഡിയേഷൻ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് പരിശോധിക്കാം. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ബാധിക്കുന്നു. രക്തത്തിൽ കലരാനിടയുള്ള വിഷാംശങ്ങളെയും മറ്റും തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന സംവിധാനമാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇതിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ മൊബൈൽ റേഡിയേഷന് കഴിയും. കുട്ടികൾക്കും ഗർഭിണികൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട സാധ്യതകൾ ഏതെല്ലാമെന്ന് നോക്കാം. കുട്ടികൾ പ്രായമായവരെക്കാൾ കൂടുതൽ മൊബൈൽ റേഡിയേഷൻ ആഗിരണം ചെയ്യുന്നു. കാരണം കുട്ടികളുടെ തലയുടെയും തലച്ചോറിന്റെയും വലിപ്പം കുറവാണ്. തലയിലെ എല്ലിന്റെയും ചർമ്മത്തിന്റെയും കട്ടിയും കുറവാണ്. രക്തത്തിന്റെ അളവും കുറവാണല്ലോ. റേഡിയേഷൻ ശരീരത്തിൽ കൂടുതൽ ആഴ്ന്നിറങ്ങാൻ ഇത് കാരണമാകുന്നു. തലച്ചോറിന്റെ മധ്യഭാഗത്തുണ്ടാകുന്ന ട്യൂമറുകൾ കൂടുതൽ അപകടകാരിയായിരിക്കും. കുട്ടികളുടെ ശരീരകോശങ്ങൾ അതിവേഗം വർദ്ധിക്കുന്നതുകൊണ്ടും അർബുദം കൂടുതൽ അപകടകാരിയായിരിക്കും. അവരുടെ രോഗപ്രതിരോധ ശക്തി പ്രായമായവരെക്കാൾ കുറവായതുകൊണ്ട് അർബുദത്തെ തടയാനുള്ള കഴിവും കുറവായിരിക്കും. ഗർഭിണിയായിരിക്കുമ്പോൾ സെൽഫോൺ ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഗർഭം അലസാനും ചാപ്പിള്ളയെ പ്രസവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ കുട്ടികൾക്ക് വികലാംഗത്വവും ബുദ്ധിമാന്ദ്യവും മറ്റും ഉണ്ടായേക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ ചിലതരം പ്രശ്നങ്ങൾ കൗമാരപ്രായത്തിൽ പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പുരുഷവന്ധ്യത. സെൽഫോൺ ഉപയോഗിക്കുന്ന പുരുഷന്മാരിൽ പുരുഷബീജങ്ങളുടെ എണ്ണവും സഞ്ചരിക്കാനുള്ള കഴിവും മറ്റു ഗുണങ്ങളും കുറവായിരിക്കുമെന്ന് അമേരിക്കൻ സൊസൈറ്റി ഫോർ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ട്. കാൽസ്യം അയോൺ സെൽ മെംബ്രെയിനിൽ നിന്ന് അകന്നുപോകുന്നു. ഇതുമൂലം കോശങ്ങളുടെ ആരോഗ്യത്തിന് ഹാനി സംഭവിക്കുന്നു. DNA തകരാറുകളും കോശങ്ങളിൽ സംഭവിക്കാവുന്നതാണ്. മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിമാനങ്ങളിൽ മൊബൈൽ ഉപയോഗം നിരോധിച്ചിരിക്കുന്നത്. പേസ്മേക്കർ വെച്ചിട്ടുള്ളവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും മൊബൈൽ സ്വാധീനം ചെലുത്താം. ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിലും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. മൊബൈൽ റേഡിയേഷന്റെ ദോഷങ്ങൾ കാലം ചെല്ലുന്തോറും കൂടി വരും. ചർമ്മത്തിന്റെ നിറവ്യത്യാസങ്ങൾ, ചൊറിച്ചിൽ, തരിപ്പ്, വ്രണങ്ങൾ എന്നിവയ്ക്കും സാധ്യതയേറും. ചെവിയിലെ പ്രശ്നങ്ങൾ. ചെവിയിൽ മണിയടിക്കുന്നത് പോലെയോ ഫോണടിക്കുന്നത് പോലെയോ തോന്നാൻ സാധ്യതയുണ്ട്. ആന്തരിക കർണത്തിൽ ഓരോന്നിലുമുള്ള 16,000-ഓളം ഹെയർ സെല്ലുകൾക്ക് റേഡിയേഷൻ മൂലം കേടുപറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കേൾവിയെ അത് സാരമായി ബാധിക്കും. ഇയർഫോൺ കൂടുതൽ ശബ്ദത്തിൽ ഉപയോഗിച്ചാലും കേൾവി കുറവ് സംഭവിക്കാം. ഇയർ ബാലൻസ് പ്രശ്നങ്ങൾ മൊബൈൽ റേഡിയേഷനുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. 50 വയസ്സിന് മീതെ പ്രായമുള്ളവർക്കാണ് ഇത് സാധാരണയായി കണ്ടുവരാറുള്ളത്. എന്നാൽ ഏതാനും വർഷങ്ങളായി ചെറുപ്പക്കാരിലും കുട്ടികളിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. മൊബൈൽ ഫോൺ റേഡിയേഷൻ മൂലം ആന്തരിക കർണത്തിലെ ചില ഭാഗങ്ങൾ ചൂടാവുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭാഗ്യവശാൽ മരുന്നൊന്നും കൂടാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് 95% രോഗികളുടെയും അസുഖം ഭേദമാക്കാൻ കഴിയുമെങ്കിലും റേഡിയേഷൻ തുടർന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാഴ്ചശക്തി കുറയുക, കണ്ണിലെ പലതരം ക്യാൻസറുകൾ എന്നിവയ്ക്കും സാധ്യത കൂടുതലാണ്. മൊബൈൽ റേഡിയേഷൻ എല്ലുകളിലെ കാൽസ്യം വേഗം പുറന്തള്ളാൻ കാരണമാകുന്നു. ഇത് എല്ലുകളുടെ ബലക്ഷയത്തിനും ഒടിവുകൾക്കും കാരണമായേക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തകരാർ സംഭവിക്കുകയും
തൈറോക്സിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ട്യൂമർ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ തന്നെ ഉമിനീർ ഗ്രന്ഥികളിലും ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അർബുദകോശങ്ങൾ ഉണ്ടാകുന്നത് തടയുന്ന മെലട്ടോണിന്റെ അളവ് കുറയ്ക്കുന്നത് മൂലം അർബുദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഉറക്കത്തെയും കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പുകളെ ബാധിക്കുന്നത് മൂലം അൽഷീമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയും കൂടുന്നു. മൊബൈൽ ടവറുകളുടെ സമീപം താമസിക്കുന്നവർക്ക് തലവേദന, ഓർമ്മക്കുറവ്, ഛർദി, തലകറക്കം, വിറയൽ, തരിപ്പ്, പേശിവേദന, സന്ധിവേദന, ഉറക്കക്കുറവ്, തളർച്ച, തളർവാദം എന്നിവ അനുഭവപ്പെട്ടേക്കാം. പല രാജ്യങ്ങളിലും നടന്ന പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഫ്രാൻസ് ടവറുകളുടെ സമീപം താമസിച്ചിരുന്നവർക്ക് തളർച്ച, ഉറക്കക്കുറവ്, തലവേദന, ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഹൃദ്രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മന്ദത തുടങ്ങിയവ കൂടുതലായി കാണപ്പെട്ടു. ജർമ്മനി മൊബൈൽ ടവറുകളുടെ 400 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവർക്ക് 10 വർഷത്തിനുള്ളിൽ അർബുദം കൂടുതലായി കാണപ്പെട്ടു. ഇസ്രായേൽ മൊബൈൽ ടവറുകളുടെ 350 മീറ്ററിനുള്ളിൽ താമസിച്ചിരുന്നവർക്ക് അർബുദം ബാധിക്കാനുള്ള സാധ്യത 4 ഇരട്ടി വർദ്ധിച്ചു കണ്ടു. സ്പെയിൻ മൊബൈൽ ടവറുകളുടെ അടുത്ത് താമസിച്ചിരുന്നവർക്ക് ഡിപ്രഷൻ, തളർച്ച, ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ്, ഹൃദ്രോഗങ്ങൾ എന്നിവ കൂടുതലാണെന്ന് കണ്ടു. ബ്രിട്ടൻ മൊബൈൽ ടവർ സ്ഥാപിച്ച കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിൽ താമസിച്ചിരുന്ന പലർക്കും അർബുദം പിടിപെട്ടു. ഓസ്ട്രേലിയ മൊബൈൽ ടവർ സ്ഥാപിച്ച കെട്ടിടത്തിന്റെ മുകളിലെ നിലകളിലുള്ള 7 പേർക്ക് അർബുദം ബാധിച്ചതിനെ തുടർന്ന് മുകളിലെ നിലകളിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മൊബൈൽ റേഡിയേഷൻ പ്രമേഹത്തിന് കാരണമാകുന്നു. 100 വർഷങ്ങൾക്ക് മുൻപ് പ്രമേഹം അമേരിക്കയിൽ 10,000-ൽ ഒരാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 100-ൽ 27 പേർ പ്രമേഹ രോഗികളാണ്. ഇന്റർഫോൺ പഠനം മെയ് 2010 പ്രസിദ്ധീകരിച്ച ഇന്റർഫോൺ പഠനം പറയുന്നത് എന്താണെന്ന് നോക്കാം. 5117 തലച്ചോറിലെ ട്യൂമർ കേസുകൾ പരിശോധിച്ചതിൽ ദിവസം 30 മിനിറ്റ് വരെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് 10 വർഷത്തിനുള്ളിൽ ട്യൂമർ വരാനുള്ള സാധ്യത 4 ഇരട്ടിയായി വർദ്ധിക്കുന്നുണ്ടത്രേ. സൗദി അറേബ്യ മൊബൈൽ ടവറിനടുത്തുള്ള വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളെക്കാൾ വളരെ കൂടുതൽ പ്രമേഹ രോഗം ഉണ്ടെന്ന് കണ്ടു. മൊബൈൽ റേഡിയേഷൻ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജന്തുജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വളരെ സാധാരണയായിരുന്ന അങ്ങാടിക്കുരുവികൾ റെഡ് ബുക്കിൽ പറന്നു കയറിയതിന് പിന്നിൽ മറ്റൊരു കാരണം അന്വേഷിക്കേണ്ടതില്ല. മൊബൈൽ റേഡിയേഷന്റെ ഗൗരവം സാധാരണക്കാർ തീരെ മനസ്സിലാക്കിയിട്ടില്ല. മൊബൈൽ കമ്പനികൾ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തുന്ന പഠനങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. മുൻകാലങ്ങളിൽ സിഗരറ്റ് കമ്പനികളും ഇതേപോലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് കോടിക്കണക്കിന് ആളുകളാണ് പുകവലി കൊണ്ട് കഷ്ടപ്പെട്ടതും മരിച്ചതും. മൊബൈൽ റേഡിയേഷന്റെ കാര്യം ഇതിലും ഭീതിജനകമാണ്. കാരണം അതിനെ രുചിച്ചു നോക്കാനോ മണക്കാനോ തൊടാനോ കഴിയില്ല. നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. നാം വസിക്കുന്ന സ്ഥലങ്ങളിൽ റേഡിയേഷന്റെ തീവ്രത എത്രയെന്നും സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല. റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അജ്ഞത മൂലം ആരും താല്പര്യം കാണിക്കാറില്ല. അറിഞ്ഞവർക്ക് തന്നെ താമസ സ്ഥലത്തിനടുത്തോ ജോലിസ്ഥലത്തിനടുത്തോ ടവറുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാനും കഴിയില്ല. ഇതുകൂടാതെ കോർഡ്ലെസ് ഫോൺ, വയർലെസ് ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, TV ടവർ, FM ടവർ, മൈക്രോവേവ് ഓവൻ എന്നിവയെല്ലാം റേഡിയേഷന്റെ ഉറവിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾ കാഠിന്യമേറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്.